ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, അവൾക്ക് നിന്നോട് ശ്രീലക്ഷ്മിയോട് ശത്രുതയുണ്ട്. അതെ, അവൾ ആ ഉണ്ണിയപ്പത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എടാ, ഞാൻ പറയുന്നത് സത്യ. അവൾ അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. ഞാൻ എന്റെ ആയുസിലൊരു നോട്ടീസ് പോലും വായിച്ചിട്ടില്ലാത്ത ആളാ. എന്നിട്ടാണ് ഈ കടിച്ചാ പൊട്ടാത്ത രീതിയിലുള്ള പുരാണ പുസ്തകം. ഇതിലും ഭേദം അവക്ക് എന്നെ അങ്ങ് തൂക്കിക്കൊല്ലായിരുന്നു. ഒടുക്കത്തെ ശിക്ഷയായി പോയി. അല്ല, നിങ്ങൾക്ക് എന്തു പറ്റി? എന്തിനാ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആവണേ? എന്തിനാ ഇങ്ങനെ അസ്വസ്ഥയാവണേന്ന് ഒന്നും മനസ്സിലാവുന്നില്ല അച്ഛാ. നിർഭൻ കൃപൻ എന്നൊക്കെ എഴുതി വച്ചിരിക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തിനാ ഈ വയസ്സുകാലത്ത് വേണ്ടാത്ത പണിക്കൊക്കെ നടക്കണേ? ഇതൊക്കെ വിശുദ്ധിയുള്ളവരും ജ്ഞാനികളും വായിക്കുന്ന പുസ്തക. നിങ്ങളതിൽ തൊട്ടുപോരുത്. അല്ല, എന്താ വേണോട്ടനും തട്ടുംപുറത്തമ്മയും കൂടി? തട്ടുംപുറത്തമ്മയല്ല, മുണ്ടയ്ക്കലമ്മ. സോറി മുണ്ടയ്ക്കലമ്മേ. ഇവര് ഈയിടെയായി ഭക്തിമാർഗ. ഏത് നേരവും പുരാണ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ ഇവർക്ക് സമാധാനം കിട്ടുള്ളൂ. ഞാനൊരാശ്രമം തുടങ്ങാൻ പോവാ രുക്മിണി. ആണോ? ആഹാ, നല്ല കാര്യം. വേണോട്ടാ, രാധമ്മയും പ്രിയൊക്കെ എവിടെ? അതെ, രുക്മിണിയുടെ മരുമോക്ക് വ്യാഖ്യൂൺ. അവര് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. പറ്റിയ അവസരം ഇത്. വിഷു എന്റെ മടിയിലുണ്ട്. ഉണ്ണിയപ്പത്തില് കലക്കി കൊടുക്കാം. ഞാനെന്നാ രാധമ്മയെ കണ്ടിട്ട് വരാം. ആഹാ, നീ വയ്ക്കടിയോടെ ഇങ്ങനൊരു കൊതിച്ചി. രാധമ്മേ, വാ രുക്മിണി. ഇപ്പം വിഷം കലർത്തിയാൽ അത് ഇവളുടെ പിടലിലേക്ക് വയ്ക്കാം. അതോടെ രാജു ഇവളെ അടിച്ചു പുറത്താക്കും. നല്ല ഒന്നാന്തര ഐഡിയ. എന്താ രുക്മിണി ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഇത് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഇതിലെങ്ങനെ ഞാൻ വിഷം കലർത്തും? ഈ 3 പേരുടെയും കണ്ണു വെട്ടിച്ചിട്ട് വേണം ചെയ്യാൻ. എങ്ങനെ ചെയ്യും? രുക്മിണി, ഒരെണ്ണം കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയേ. രാധമ്മ ഉണ്ടാക്കുന്ന പലഹാരത്തിന് അഭിപ്രായം പറയാൻ ഞാനാരാ? ഇത് സൂപ്പർ ആയിരിക്കും. ഇതില് എന്റെ ലക്ഷ്യം നടക്കുമെന്ന് തോന്നുന്നില്ല. അല്ല രാധമ്മേ, അവൾക്ക് ഈ അമ്മായിയമ്മയുടെ പലഹാരമൊന്നും വേണ്ടേ? അത് രുക്മിണി അവളോട് ചോദിക്കാനിട്ടല്ലേ? അത് ശരിയാ. എന്റെ മകനെ ഞാൻ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു. അതെങ്ങനെയാ? അവനൊന്നും മയപ്പെടണ്ടേ രാധമ്മേ? സ്നേഹത്തില് വിളിച്ചാൽ മതി രുക്മിണി. അവര് 2 പേര് വരും. അങ്ങനെ 2 പേരെയും കൂടി ഞാൻ വരുത്തത്തില്ല. അവനെ ഞാൻ വരുത്തും. അവന് വേറെ കല്യാണവും കഴിപ്പിച്ചു കൊടുക്കും. എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ നിക്ക്.
ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. രുക്മിണി എന്റെ ഉണ്ണിയപ്പം തന്നായിക്കട്ടെ, രമ്യക്ക് കൊടുക്കാലോ. അയ്യോ അതൊന്നും വേണ്ട. പോയ്സൺ ഉണ്ണിയപ്പത്തിൽ ചേർക്കാൻ പറ്റില്ല. അത് ഹരീഷിന്റെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യാം. എന്താമ്മേ? ആ മോനെ, ഞാനേ രാജുവും കൂട്ടരും താമസിക്കുന്ന നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവിടെ ആ മന്ത്രിയുടെ മോള് ഋതിക ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു ശ്രീലക്ഷ്മിക്ക് കൊടുക്കാൻ. എടാ, അവൾക്ക് നിന്നോട് ശ്രീലക്ഷ്മിയോട് ശത്രുതയുണ്ട്. അതെ, അവൾ ആ ഉണ്ണിയപ്പത്തിൽ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? എടാ, ഞാൻ പറയുന്നത് സത്യം. ആ, അവൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ആ, നിന്റെ കുഞ്ഞിനെ രക്ഷിക്കേണ്ടതേ നിന്റെ കടമയാ. അല്ലെങ്കിൽ അവൾ അതിനെ കൊല്ലും. അമ്മ ഫോൺ വെച്ചേ. ഈ പോയിസൺ ഏറ്റു. ഇത് വർക്കൗട്ട് ആവും. പത്മാവതിയോ? വരൂ. പത്മാവതി ഇരിക്കും. ഡോക്ടർ എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണോന്ന് പറഞ്ഞേ? ഇന്നലെ രാത്രി 2 ചെറുപ്പക്കാർ ഒരാളെ എന്റെ അടുത്ത് കൊണ്ടുവന്നു. അയാൾ വല്ലാതെ ക്ഷീണിതനാ. മാത്രമല്ല, അയാളുടെ കാലിൽ ഗൺഷൂട്ട് കൊണ്ടിരുന്നു. അത് ഞാൻ എടുത്തു മാറ്റി. പക്ഷെ ഇപ്പോഴും അയാൾക്ക് ബോധം വന്നിട്ടില്ല. അല്ല, അതിന് ഡോക്ടർ എന്നെ വിളിപ്പിച്ചെന്തിനാ? അതെന്റെ ഒരു സംശയം മാറ്റാനാ. കാലിൽ വെടികൊണ്ടുവന്ന ഇയാള് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇയാളെ പണ്ട് മിനിസ്റ്റർ പ്രതാപവർമ്മയുടെ കൂടെ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. മിനിസ്റ്റർ വിളിക്കപ്പോ പറ്റില്ലല്ലോ. ചെറിയൊരു ഡൗട്ട് മാത്രമാണ്. പത്മ അയാളൊന്ന് കണ്ടു നോക്ക്. എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ ബന്ധുക്കളെ അറിയിക്കാം. ആ, പത്മ വരൂ. വാ. അകലെ